ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചൂസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും എൻ്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കൂടെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ കൂടി ചെയ്യാം കേട്ടോ. നമ്മൾ പറൂര് പോകുന്ന വഴി കാണുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് വളരെ കുറച്ചായിട്ടുള്ള ഇവിടെ ഓപ്പൺ ആയിട്ട്. അപ്പോൾ ഇടയ്ക്ക് ഇതിലേ പോകുമ്പോൾ ഈ ഒരു സ്പോട്ട് നമ്മുടെ കണ്ണിൽ ഇങ്ങനെ ഉടക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നാണ് ഈ ഒരു സ്പോട്ടിലോട്ട് വന്നത്. കാരണം എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ വീട്ടിൽ പ്രത്യേകിച്ച് ഒന്നും കുക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മക്കൾക്കൊരാഗ്രഹം പുറത്ത് പോകണം, പുറത്തുനിന്ന് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണം, കേക്ക് കഴിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം. അപ്പോൾ മക്കളുടെ ആഗ്രഹം നമ്മൾ അങ്ങോട്ട് സാധിച്ചു കൊടുക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ മക്കളെയും കൂട്ടിയിട്ട് സമയം 9:30 ആയപ്പോഴാണ് കേട്ടോ നമ്മളിവിടെ വന്നത്. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് അധികം ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ കൂടുതലും പാഴ്സൽ സർവീസാണ് ഇവിടെ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ ഈ നൈറ്റ് ഡ്രൈവൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നത് കേട്ടോ. കൂടുതലും പാഴ്സൽ സർവീസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ളത് ചിക്കൻ പൊള്ളിച്ചതും നെയ്ച്ചോറും, അതുപോലെ ചില്ലി ചിക്കനും നെയ്ച്ചോറും. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ നമുക്ക് ചില്ലി ചിക്കൻ സെപ്പറേറ്റ് ആയിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് 3 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ഒരു സ്പോട്ടിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടേസ്റ്റ് എങ്ങനെയാണ്, നല്ല ഫുഡാണോ എന്നും കൂടി അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വന്നത്. അപ്പോൾ ആദ്യം ചേട്ടനാണ് കഴിച്ചു നോക്കുന്നത്. ഫുഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടുള്ള, നല്ല എന്താ പറയുക, ആവി പറക്കുന്ന റൈസും ചിക്കനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ശ്രീകുട്ടനാണ് ആദ്യം കഴിച്ചത്. ശ്രീകുട്ടന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ചേട്ടൻ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടനും അത് ഇഷ്ടപ്പെട്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. കാരണം 100 രൂപയാണ് നമ്മുടെ ചിക്കൻ പൊള്ളിച്ചതിനും നെയ്ച്ചോറിനും മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ ഈ 100 രൂപയ്ക്കൊക്കെ സാധാരണ ഇങ്ങനെ നമുക്ക് കിട്ടാറില്ല. അപ്പോൾ ഇത് നല്ലൊരു വെർത്താണ് ഈ ഒരു റേറ്റിന്. പിന്നെ റൈസ് ആണെങ്കിലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അവർ വീണ്ടും വീണ്ടും നമുക്ക് എടുത്ത് തരുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. നൈറ്റ് ടൈമിലൊക്കെ ഇതുവഴി ട്രാവൽ ചെയ്യുന്നവർക്ക് ഇതൊരു നല്ലൊരു സ്പോട്ടായിരിക്കും. നൈറ്റ് ടൈമിൽ മാത്രമല്ല കേട്ടോ, ഇത് രാവിലെ 12 മണി മുതൽ വെളുപ്പിന് 12 മണി വരെ ഇവിടെ ഈ ഒരു ഷോപ്പ് ഓപ്പൺ ആണെന്നാണ് ഇവിടെയുള്ള കടക്കാർ പറഞ്ഞായിരുന്നു ഞാൻ ചോദിച്ച സമയത്ത്. അപ്പോൾ ഇതിൽ കൂടെ ചെറിയൊരു സാലഡ് പോലെ ഉണ്ട്, അതുപോലെ ചിക്കൻ്റെ ഒരു ഗ്രേവി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ്റെ ഗ്രേവിക്കൊക്കെ കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെയുള്ള, നല്ല പൊള്ളിച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ എല്ലാം കൂട്ടി ഒരു പിടുത്തം പിടിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതുവഴി പോകുന്ന എല്ലാവരും തീർച്ചയായിട്ടും വരാം. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ, ഞങ്ങൾ ഫസ്റ്റ് ടൈം പോയി കഴിച്ചു. അപ്പോൾ ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും അച്ചുമോളാണ് കഴിക്കുന്നത്. അപ്പോൾ നല്ല ചൂടായിരുന്നു. അപ്പോൾ ഞാനും അതിൽ നിന്ന് ഇങ്ങനെ ഒരു പീസ് എടുക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു, അത്രയും ചൂടായിരുന്നു കേട്ടോ. പിന്നെ കഴിച്ചു നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചിക്കൻ ചില്ലിയാണ് കേട്ടോ. അതിനാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയത്. അത് ഓരോരുത്തരുടെ എന്താ പറയുക, ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ ഏതാണ് എന്നുള്ളത്. എനിക്ക് ഈ പൊള്ളിച്ചതിനേക്കാളും കൂടുതൽ ഇഷ്ടമായത് ഫ്രൈ ചെയ്തതാണ്. അപ്പോൾ ചേട്ടനും കുട്ടികൾക്കൊക്കെ കൂടുതലും പൊള്ളിച്ചതാണ് കേട്ടോ ഇഷ്ടമായത്. എന്തായാലും രണ്ടും അടിപൊളിയാണ്. സാലഡും സൂപ്പറാണ്. അച്ചുമോളുടെ പ്ലേറ്റ് കണ്ടാലറിയാം, സാലഡ് ഇങ്ങനെ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്കിൽ കൂടെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് ഫോളോ ചെയ്യുക. കമൻറ്റ് ചെയ്യണം കേട്ടോ, കമൻറ്റ് വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബർത്ത്ഡേ ഇതുപോലെ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം സെലിബ്രേഷനൊന്നും വേണ്ട, സിമ്പിളായിട്ട് അമ്പലത്തിൽ പോവുക, അത്രയും ആ ഒരു ഇതിൽ ഒതുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ എൻ്റെ ബർത്ത്ഡേ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും കഴിക്കാൻ കേട്ടോ. ഇനി അധികം പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. അപ്പോൾ വേഗം ഇത് കഴിച്ച് ഫിനിഷ് ആക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ കസേരയൊക്കെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഈ കടയിൽ അധികം ആരും വരുന്നില്ല,
അധികം കച്ചവടം ഇല്ലാത്ത കടയാണെന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല. പാഴ്സൽ സർവീസാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. ഞങ്ങൾ ഇവിടെ വന്നിരുന്ന സമയത്ത് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു പാഴ്സൽ വാങ്ങിക്കാനായിട്ട്. അത്യാവശ്യം നല്ല കച്ചവടമുള്ള നല്ല ഒരു കടയാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഇരുന്ന് കഴിക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ കൊണ്ടുതരും. എന്താ വേണ്ടതെന്ന് ഇടയ്ക്ക് വന്ന് നമ്മളോട് ചോദിക്കും. പിന്നെ ഇതാണ് ഇവരുടെ കിച്ചൺ ഏരിയ വരുന്നത്. അവിടെ തന്നെയാണ് നമ്മൾ ബില്ലും പേ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവരുണ്ടാക്കുന്ന ഫുഡ് എങ്ങനെയുള്ളതാണെന്നൊക്കെ നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഈ ഒരു സ്പോട്ട് വരുന്നത്. പറവൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർ വരുന്ന റൂട്ടിലാണ് കേട്ടോ. ഈ ഒരു മുനമ്പം കവല എന്നാണ് ഈ ഒരു സ്പോട്ടിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള പേര് വരുന്നത്. പിന്നെ നമ്മൾ പോകുന്നത് പറവൂർക്കാണ്. മക്കൾക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഒരു 10 മണി ആവാറായിട്ടുണ്ട് ഏകദേശം ആ ഒരു ടൈം. അപ്പോൾ കേക്കുകൾ മാത്രം സെയിൽ ചെയ്യുന്ന നല്ലൊരു അടിപൊളി ഷോപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവിടേക്കാണ് വന്നത്. പക്ഷേ നമ്മൾ എത്തിയപ്പോഴത്തേനും അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ വീണ്ടും പോയി. എന്തായാലും പറവൂർ വരെ വന്നതല്ലേ, വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഷോപ്പെങ്കിലും തുറന്നിരിക്കാതിരിക്കില്ലല്ലോ എന്ന് കരുതി നമ്മളിങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നോർത്ത് പറവൂർ. ഇതുവരെ നോർത്ത് പറവൂർ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് പറഞ്ഞത്. ഇതാണ് നോർത്ത് പറവൂർ. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ KR ബേക്കേഴ്സ് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ കേക്കൊക്കെ വാങ്ങിക്കുന്നത്. അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, സ്നാക്സ് ഐറ്റംസും അല്ലാതെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല, കാരണം അവിടെയും ക്ലോസ് ചെയ്യാനുള്ള ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം നമുക്ക് വേണ്ട കേക്ക് പേസ്ട്രീസൊക്കെ വേഗം എടുത്തിട്ടോ. 3 കേക്ക് പേസ്ട്രിയാണ് നമ്മൾ എടുത്തായിരുന്നത്. 3ഉം ഡിഫറെൻറ്റ് ഫ്ലേവറിലായിരുന്നു. 3ഉം ഇഷ്ടപ്പെട്ടു. നല്ല കേക്കായിരുന്നു കേട്ടോ. ഞാൻ പേഴ്സണലി പുറത്തുനിന്ന് അങ്ങനെ കേക്ക് വാങ്ങിച്ച് കഴിക്കാത്ത ഒരാളാണ്. കാരണം അറിയാലോ, ഞാൻ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് ഞാനത് നിർത്തി വച്ചേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കേക്കിനെ കുറിച്ചും കേക്കിൻ്റെ ടേസ്റ്റൊക്കെ കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ടേസ്റ്റുള്ള നല്ല കേക്കായിരുന്നു. മക്കൾ ചോക്ലേറ്റ് ഫ്ലേവറാണ് കൂടുതലും എടുത്തത്. ഞാൻ വാഞ്ചോ ആണ് കേട്ടോ എടുത്തത്. എനിക്ക് വാഞ്ചോ കേക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വ്ളോഗ് വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക. ബൈ.